ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നതാണ് വെജ് ബിരിയാണി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ 200 ഗ്രാം മഷ്റൂം, 2 പൊട്ടാറ്റോ, 2 ക്യാപ്സിക്കം, 2 ക്യാരറ്റ് ഇതിനെല്ലാം മുറിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിന്. 3 വേവിക്കോണില്ലേ അതെടുത്തിന്. പിന്നെ 250 ഗ്രാംസ് പനീർ അതിനെല്ലാം ഒരു സൈഡിൽ വെച്ചിന്. ഒരു സൈഡിലേക്ക് ഞാൻ ചട്ടി എടുത്തിന്. എന്തിനെന്ന് പറഞ്ഞാൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 ചെറിയ ഏലക്ക, കുറച്ച് കുരുമുളക്, ഇത് കെത്ത, പിന്നെ 2 വലിയ ഇലച്ചി, 2 പൂള്, കുറച്ച് സാജീരകം എടുത്തിന്. പിന്നെ ചെറിയ ജീരകം എടുത്തിന്. പിന്നെ ഞാൻ ഈ ഗരം മസാല ഇടുന്ന ഡബ്ബയില്ല ഞാൻ കാണിച്ചിന്. ഇങ്ങനെ ചുട്ടിട്ടെങ്കിൽ ആയിരുന്നാൾക്ക് ഇഷ്ടമില്ലാതെ ആളിരിക്കുന്നില്ല പറക്കി എടുക്കുന്ന ഈ ഡബ്ബൻ്റെ ഉള്ളിൽ ഇട്ട് ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ ഇത് വെന്തേ പിന്നെ ഇതിനെടുത്തിട്ട് കളഞ്ഞാൽ മതി, ഡബ്ബയിൽ നിന്ന് എടുത്താൽ മതി. നോക്കി ഇതേമാതിരി നല്ല യൂസ്ഫുള്ളായത്. എന്താ അതെന്നല്ല നമുക്ക് തിന്നുമ്പോൾ പിന്നെ കിട്ടുകയില്ല. അല്ലെങ്കിൽ ഇത് പൊടിച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇതേമാതിരി ഡബ്ബ കിട്ടിയിട്ട് നോക്കി അങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ ഇറക്കണം. ഇതാ ചട്ടീൻ്റെ ഇതേമാതിരി നല്ല യൂസ്ഫുൾ. ഞാൻ പിന്നെ എന്താക്കിയത് ഇത് ഏലക്കായില്ല കുറച്ച് പൊടിച്ചിട്ട് എടുത്തിന്. ഇത് പച്ചമുളക് മുറിച്ച് ഇത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് ചില്ലി ഇടണം. പിന്നെ ഈ ഗരം മസാല ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് മസാല അല്ലേ അങ്ങനെ ഇതിൽ കിട്ടിയിട്ടില്ല വെള്ളത്തിൽ. അതിന് ഡബ്ബയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് ഇതിൽ കിട്ടത്. പിന്നെ കീട് മസാല ഇട്ട് കിച്ചൺ കീട് മസാല ഇല്ല അത് കിട്ടുന്ന റെഡിമേഡ്. പിന്നെ ജീരകട്ട് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്, പിന്നെ എരിവിനനുസരിച്ചിട്ടില്ലേ മുളക് പൊടിയില്ലേ 3 സ്പൂൺ ഇടണം. ഞാൻ കൂടുതലായിട്ട് വൈറ്റ് ഉപ്പ് യൂസാക്കില്ല, പിങ്ക് ഉപ്പ് യൂസാക്കൽ. കറുത്ത ഉപ്പല്ല പിങ്ക്, അതെ അങ്ങനെ പിങ്ക് കളർ കാണുന്നത്. കറുത്ത ഉപ്പ് നല്ലത്, വൈറ്റിനം കാട്ടി നല്ല ഉപ്പ് ഇത്. 1 സ്പൂണ് ഗരം മസാല, 2 സ്പൂണ് വിനീഗർ ഒഴിക്കണം. പിന്നെ മല്ലി ഇടണം, കട്ട് ചെയ്ത മല്ലിയും പുതിനയും കുറച്ചിടണം. 250 ഗ്രാംസ് ദൈ ഞാൻ 1 കിലോ അരി എടുക്കുന്നത്, അതുകൊണ്ട് 1 കിലോത്തിന് 250 ഗ്രാംസ് ദൈ. എന്ത് തക്കാളിയുടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതില്ലേ കുറച്ച് കട്ടൊരിക്ക് എഴുതിരി ദൈൻ്റെ അങ്ങനെ വെള്ളം ഒഴിച്ച്. പിന്നെ 3 സ്പൂണില്ലേ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് പിന്നെ 3 സ്പൂണോ 2 സ്പൂണില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതാണ് അതിൽ കണ്ണൊഴിക്കില്ല, അങ്ങനെ നെയ്യ് ഇട്ടത്. ഈ 3 സ്പൂണില്ലേ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടണം. പിന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിരിസ്ത ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിരിസ്ത ഇടണം ഇതേമാതിരി നോക്കല്ല. പകുതി പിരിസ്തയിൽ കൊണ്ട് പിന്നെ ഉള്ളി ഇടയില്ല ബയ്യോട്ട്. പിരിസ്ത ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. ഞാൻ ഒരു സൈഡിലില്ലേ ബട്ടർ എടുത്തിന് പകുതി. അതെന്ത് ഈ വെജിറ്റബിളിനെ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. നന്നാൽ കൂടുതൽ ഫ്രൈ ആക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേവിച്ചിട്ട് എടുത്താലും മോശമില്ല ഫ്രൈ ആക്കുന്നില്ലെങ്കിൽ. അതും നല്ലത് ഇതും നല്ലത്. അല്ലെങ്കിൽ ഞാൻ കറച്ചപ്പെട്ടിട്ട് ഈ വെജിറ്റബിളില്ലേ ഈ കടായിക്കകത്തിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് നന്നായി വേവിച്ചിട്ട് എടുക്കാൻ പാടില്ല. ഫ്രൈ ആക്കുന്നവർക്ക് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു തള എടുക്കുമ്പോൾ വെജിറ്റബിൾ വേവിച്ചിട്ട് ചെന്നിക്കത്തിടണം. പിന്നെ ഞാൻ ഗ്യാസിന് നല്ലത് പെരുങ്കായം അതിനിടണം 1 സ്പൂൺ. പിന്നെ 1 സ്പൂണില്ലേ മഞ്ഞൾപ്പൊടി ഇടണം. ഉപ്പ് കൂടുതൽ ഇടണ്ട, അത് കൂടിപ്പോവും. മാഗി ക്യൂബ് ഇടുന്നല്ല, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ടേ പിന്നെ നോക്കൂ നന്നായി വേവിച്ചിട്ട് എടുക്കാൻ പാടില്ല. ഇതാകുമ്പോൾ ഇല്ല ഒരു മാഗി ക്യൂബിൻ്റെ ഇല്ലേ 1 കഷ്ണം ഇടണം. നോക്കൂ ഞാൻ മേലേക്ക് ചിക്കൻ ഇടാനില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഈ കളറാകുമ്പോൾ ഒരു സൈഡിൽ അതിനെ മാറ്റി വെക്കണം. ഇതിൽ കുറച്ചല്ലേ പിരിസ് തരണം അതിൻ്റെ മുകളിലേക്ക്. പിരിസ് ഇട്ടേ പിന്നെ ഇതിനൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് വെക്കണം. നോക്കൂ പകുതി പിരിസ് തേയിൽക്കണം, ഞാൻ പകുതി അയൽക്കിട്ട് മസാലക്ക്. പിന്നെ ഈ മസാല ഉണ്ടാക്കിയ ടോപ്പില്ലേ ഇതിനടുപ്പക്കത്ത് വെക്കണം. നോക്കി ഇതേമാതിരി ഒരു സൈഡിൽ ചോറുണ്ടാക്കാൻ വെച്ചിന്, ചോറ് തിളക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വെള്ളം ഇല്ലേ തിളക്കുമ്പോൾ ഈ വെള്ളത്തിന് 1 ഗ്ലാസ് എടുത്തിട്ട് ഈ മസാല കഴിച്ചെടുക്കണം ഇതേമാതിരി. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കുറച്ച് മൂടി വെക്കണം. പിന്നെ ഈ മസാല ഇത് കളറായി പിന്നെ ഈ ചോറ് നമ്മൾ വെച്ചില്ലേ അരച്ചിട്ട് അതിന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മതി. ഞാൻ 1 ലെയർ ആക്കിന. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഗരം മസാല ഇടണം. നമുക്ക് ഇതേമാതിരി ഗരം മസാല ഇടണം. ഞാൻ പൊടിച്ചതിട്ട് കിച്ചൺ മസാല ഇല്ല അത് കുറച്ച് മുകളിലേക്ക് ഇട്ട്. പിന്നെ ഇത് ജാഫ്രാൻ ഉണ്ടെങ്കിൽ ജാഫ്രാൻ ഇടാം, അല്ലെങ്കിൽ കളർ യെല്ലോ കളറില്ല അതിടാം. കളർ ഏതായാലും മോശമില്ല. പിന്നെ മുകളിലേക്ക് കൊത്തിമീർ ഇട്ട് പിന്നെ പിരിസ്ത ഇല്ലേ പിരിസ്ത ഇടണം കുറച്ച്. ഞാൻ ബാക്കി വെച്ചിട്ടില്ലേ ആ പിരിസ്തനെ ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. കൊത്തിമീർ ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ പിരിസ്തിട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ 3 സ്പൂണില്ലേ നെയ്യ് ഇടണം. മുകളിൽ കുറച്ച് നെയ്യ് ഇടണം. പിന്നെ ഇതേമാതിരി ചട്ടീനെ 10 മിനിറ്റ് മൂടിയിട്ട് വെക്കണം, ദമ്മിൽ വെക്കണം. പിന്നെ വെജിറ്റബിളിൻ്റെ ഒത്തില്ല എനിക്ക് പനീർ ഇടാൻ മറന്നു പോയി. വേറെ തന്നെ ഞാൻ ഇപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അതേ വെജിറ്റബിളിൻ്റെ ഒക്കെ ഇട്ടാൽ മതി. നോക്കൂ ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ഗ്യാസ് മുമ്പിൽ നിന്നാൽ അത് കായല ഇപ്പിടി അങ്ങ് പോകുമ്പോൾ ഇത് കരിഞ്ഞു പോയി കുറച്ച്. നോക്കൂ ചോറ് തമ്മിൽ 10 മിനിറ്റായി. ഇതെങ്ങനെയാണ് നോക്കാൻ ഉണ്ടാക്കുന്ന ഈ മസാലക്ക് എന്തിട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ വേജ് എന്തിട്ടിട്ടില്ല. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേമാതിരി ഒരു പ്ലേറ്റ് എടുക്കണം.
എടുത്തിട്ട് ഒരു സൈഡിലില്ല ഫ്രൈ പാൻ വെക്കണം. കുറച്ച് എണ്ണ മസ്ക നെയ്യ ഇങ്ങനെ വീത്തിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടത് അതിനിട്ടിട്ട് വേജ് കുറച്ച് ഇതിലേക്ക് എടുത്തിട്ടില്ലേ, ഞാൻ ചോറ്റിലേക്ക് ഇട്ടിട്ടില്ലല്ലോ, ഫ്രൈ ആക്കിയതെല്ലാം ഉടഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് ഈനെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുളക്ക് പിന്നെ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും അതേമാതിരി മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൻ കായ്, കുറച്ച് ഗരം മസാല ഇട്ടാൻ കായ്, ഉപ്പ് നമ്മൾ നോക്കിയിട്ടേ ഇടണം. പിന്നെ ഈ ചോറ് നമ്മൾ വിളമ്പി വെച്ചിട്ടില്ല പ്ലേറ്റിൽ അതിനിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എവിടെയും കായാലും എല്ലാം മിക്സ് ആക്കണം. ഇതേമാതിരി ഇത് ചോറ് വെന്തതല്ലേ, പച്ചക്കറി ആയെങ്കിൽ വെന്ത് കിട്ടിയതല്ലേ ഉടഞ്ഞു പോകും. ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുക്കണം. നോക്കി ഉണ്ടാക്കിയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പാടില്ല. മുകളിൽ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആ ബോളിലേക്ക് എന്തെടുക്കണം അതിനിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് പിരിസ്റ്റയും കൊത്തുമീറി കുറച്ച് ഇടണം. ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയും. പുതിയ വീടായിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും. ഇതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാക്കണം.